ജനുവരി 1 വ്യാഴാഴ്ച. ഒരു പുതുവത്സര കഥ. ഒരു രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു യൂറോപ്യൻ ടൂറിനെ കുറിച്ച് ഒത്തിരി വറീഡായിരുന്നു. അല്പം ഒരു മയക്കത്തിലായപ്പോൾ ഒരു മാലാഖ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, മകനെ, ഭാവിയിൽ നിന്ന് ഒരിക്കലും കടം വാങ്ങരുത്. മാലാഖ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങ് പറഞ്ഞത്? ദൂതൻ വീണ്ടും ആവർത്തിച്ചു, ഒരിക്കലും ഭാവിയിൽ നിന്ന് കടം വാങ്ങരുത്. നാളെയും മറ്റന്നാളും എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഇന്ന് വിഷമിക്കേണ്ട. അതൊരു ഗുണവും ചെയ്യില്ല. നിങ്ങൾ സങ്കല്പിക്കുന്നത് പോലെ വിഷമിക്കുന്നത് പോലെയും ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് അർത്ഥശൂന്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നത് പോലെ അത് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ ഓർത്ത് വിഷമിക്കുകയും ഈ വർത്തമാനകാലം നശിപ്പിക്കുകയും ചെയ്യണമോ? ദൂതൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭാവിയെക്കുറിച്ച് അനാവശ്യമായി വിഷമിക്കുന്നതിൻ്റെ അർത്ഥശൂന്യത എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്ത് സംഭവിക്കാം എന്ന് ഓർത്ത് വിഷമിക്കുന്നു. നമ്മുടെ വർത്തമാനകാല സന്തോഷത്തെയും മനസ്സമാധാനത്തെയും നശിപ്പിക്കുന്ന നമ്പർ 1 ശത്രു ഉത്കണ്ഠയാണ്. എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വിഷമിക്കുന്നത്? വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിനെക്കുറിച്ചോ നല്ല മാർക്കോടെ വിജയിക്കുന്നതിനെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർ ഇൻ്റർവ്യൂ എങ്ങനെ ആയിരിക്കുമെന്നതിനെ ഓർത്ത് വിഷമിക്കുന്നു. യാത്ര ചെയ്യുന്നവർ ട്രെയിനോ ബസ്സോ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. വിമാനത്താവളത്തിലേക്കോ ഓഫീസിലേക്കോ സ്കൂളിലേക്കോ കൃത്യസമയത്ത് എത്തുമോ എന്ന ആശങ്കയിലാണ് ചിലർ. കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് മാതാപിതാക്കന്മാർ ആശങ്കാകുലരാണ്. ചിലർക്ക് സാമ്പത്തികമായ സ്ഥിതിയെക്കുറിച്ചാണ് ആശങ്ക. വായ്പകൾ എങ്ങനെ തിരിച്ചടയ്ക്കും? ഈ മാസത്തെ ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം? വീട്ടുവാടക, വൈദ്യുതി ബിൽ, ട്യൂഷൻ ഫീസ്. ചിലർക്ക് തങ്ങളുടെ സേഫിലിരിക്കുന്ന പണമോ സ്വർണമോ ആരെങ്കിലും മോഷ്ടിക്കുമോ എന്ന ആശങ്കയുണ്ട്. അല്ലെങ്കിൽ കൊള്ളക്കാർ ആക്രമിക്കുമോ? ചിലർക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്ന വറിയാണ്. ജലദോഷം, വേദന, പനി ഇവ വരുമ്പോഴൊക്കെ അത് ക്യാൻസർ ആണോ, കൊറോണയാണോ, ഹൃദയാഘാതമാണോ എന്നൊക്കെ ചിന്തിക്കുന്നു. ചിലർ എപ്പോഴും മരണത്തെക്കുറിച്ചാണ് ഓർക്കാറുള്ളത്. റോഡ് അപകടങ്ങൾ, ഇടിയും മിന്നലും ഉണ്ടായാൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. അടുത്ത ബന്ധുവോ സുഹൃത്തോ മരിച്ചാൽ രാത്രിയിൽ അവരുടെ ആത്മാക്കൾ വരുമെന്ന് ചിലർ ഭയപ്പെടുന്നു. അതുകൊണ്ട് മുറിയിൽ ഒറ്റയ്ക്കിരിക്കാനോ ലൈറ്റുകൾ ഓഫ് ചെയ്യാനോ ഭയപ്പെടുന്നു. ചിലർ എപ്പോഴും അപരിചിതരെ സംശയത്തോടെ നോക്കുന്നു. തങ്ങളെ ബലാത്സംഗം ചെയ്യുമോ, ആക്രമിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. വേറെ ചിലർക്ക് തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആശങ്കാകുലരാണ്. ദൈവം ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ലെന്നും നരകത്തിൽ പോയേക്കാമെന്നൊക്കെ ഭയപ്പെടുന്നു. അനാവശ്യമായ ആശങ്കകൾ നമ്മളെ നിരന്തരം അസ്വസ്ഥരാക്കും. നന്നായി ഉറങ്ങാനോ ജീവിതം ആസ്വദിക്കാനോ കഴിയില്ല. ഈ ആളുകളോടെല്ലാം ദൂതൻ പറയുന്നത് ഭാവിയിൽ നിന്ന് കടം വാങ്ങരുത് എന്നാണ്. യേശുനാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ആകുലരായിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിനോട് 1 മണിക്കൂർ പോലും കൂട്ടാൻ കഴിയുമോ? അതിനാൽ നാളെക്കുറിച്ച് വിഷമിക്കേണ്ട. കാരണം നാളെ അതിൻ്റേതായ വിഷമങ്ങൾ ഉണ്ടാവും. എങ്ങനെ പിന്നെ നമ്മുടെ ആശങ്കകൾ ഒഴിവാക്കാം? ഒരിടത്ത് ഒരു മരപ്പണിക്കാരനും ഉണ്ടായിരുന്നു. അയാൾക്ക് ചിലപ്പോൾ കൃത്യസമയത്ത് ജോലി സ്ഥലത്ത് എത്താൻ കഴിയില്ല. ഒരുപക്ഷെ വണ്ടി സ്റ്റാർട്ടാകില്ല, അല്ലെങ്കിൽ ടയർ പഞ്ചറാകും, ഡ്രില്ല് തകരാറിലെ ആയേക്കാം. ചിലപ്പോൾ മുറിച്ച കഷ്ണങ്ങൾ കൃത്യമായി യോജിക്കുന്നില്ലായിരിക്കും.
ചിലപ്പോൾ മണിക്കൂറുകളോളം വൈദ്യുതി ഇല്ലായിരിക്കും. എന്നാൽ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ തൻ്റെ ഗേറ്റിനടുത്തുള്ള മരത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം നിൽക്കും. എന്നിട്ട് ആ മരത്തിന് കുമ്പിട്ട് അതിൻ്റെ ശാഖകളിൽ എന്തൊക്കെയോ തൂക്കിയിടുന്ന ആംഗ്യം കാണിക്കും. അതിനുശേഷം പ്രസന്ന വദനത്തോടെ വീട്ടിലേക്ക് പ്രവേശിക്കും. ഭാര്യ നൽകുന്ന രുചികരമായ ചായ കുടിച്ചുകൊണ്ട് അവൻ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഒരു അയൽക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാ ദിവസവും മരത്തിനടുത്ത് വന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു പുഞ്ചിരിയോടെ ആ കാർപ്പൻ്റർ പറഞ്ഞു, ഇത് എൻ്റെ ആകുല വൃക്ഷമാണ്, അല്ലെങ്കിൽ വറി ട്രീ. എൻ്റെ ജോലി സ്ഥലത്തും വരുന്ന വഴിയിലും ഞാൻ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഞാൻ അതിൻ്റെ ശാഖകളിൽ തൂക്കിയിടുന്നു. അപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒന്നിനെക്കുറിച്ച് ഞാൻ വിഷമിക്കേണ്ടതില്ല. ഞാൻ എന്തിനാണ് എൻ്റെ വറീസ് എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ കുട്ടികളുടെയും ഭാര്യയുടെയും സന്തോഷം നശിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ നേരിടാൻ വരും. നമ്മൾ ആസൂത്രണം ചെയ്തതും പ്രതീക്ഷിതമായ രീതിയിലെല്ലാം നടന്നേക്കില്ല. എന്നാൽ അവയെല്ലാം വീടിന് പുറത്ത് നിൽക്കട്ടെ. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് എന്തിന് ഇന്ന് ഇത്ര വിഷമിക്കണം? ഓരോ ദിവസവും അതിൻ്റേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായാൽ പോരെ. അതുകൊണ്ട് ഈ വരുന്ന വർഷത്തിൽ നമുക്ക് ഭാവിയിൽ നിന്ന് ഒരിക്കലും ആശങ്കകൾ കടം വാങ്ങാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.